blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത്. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ അതിൻ്റെ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ചേർന്ന് സെക്കൻഡരാബാദിൽ നിന്നുള്ള വരുണനും ലവ്ലിക്കുമായി പ്രാർത്ഥിക്കുന്നു. ലവ്ലിയുടെ പാരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഈ 17-ാം തീയതിയാണല്ലോ കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ ബ്ലെസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവഭയമുള്ള നല്ലൊരു ജീവിത പങ്കാളിയെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയിലുള്ള ഓമന എന്ന സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മൂത്ത മകൾ ആരതിയുടെ മനപ്രയാസങ്ങളെല്ലാം മാറി വിവാഹം എത്രയും വേഗം നടക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മണ്ണടിയിൽ നിന്നുള്ള മനീഷ് മാത്യുവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു അഡ്വർടൈസിങ് ഏജൻസിയിലോ മീഡിയ കമ്പനിയിലോ ഒരു ക്രിയേറ്റീവ് ഡയറക്ടറായി ദുബായിൽ നല്ലൊരു ജോലി തനിക്ക് ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൈദരാബാദിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കോടതി കേസിൽ അനുകൂലമായൊരു വിധി എത്രയും വേഗം ഉണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ. മരടിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്ക് എല്ലാ കടബാധ്യതകളിൽ നിന്നും പരിപൂർണമായ മോചനം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദോഹയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മൂത്ത മകൾക്ക് എക്സീമിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് ഈ ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ ജനുവരി 15 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജനുവരി 16 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷത്തോളം ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ നടത്തി. സഹോദരൻ എന്തോ കൗണ്ടിൻ്റെ എന്തോ പ്രശ്നമുള്ള, അതാണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം ഇവിടെ വെച്ച് നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇവർ ഇവിടെ വന്ന് 2014 ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഈ ഹാളിൽ വെച്ച് നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇവരിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അവസാനത്തെ ആ സമയത്തെ പ്രേയറിൻ്റെ സമയത്ത് ബ്രദറിൻ്റെ അടുക്കൽ വന്ന് കൈവച്ച് ഇവർ പ്രാർത്ഥിച്ചായിരുന്നു. ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇവർ പറയുന്നത് അത്ഭുതം എന്ന് പറയുന്ന അടുത്ത മാസം ഓഗസ്റ്റിലാണ് വന്നത്. സെപ്റ്റംബർ മാസം ഈ സഹോദരി പ്രഗ്നൻ്റായി. ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പം 7 മാസം പ്രായമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ആൺകുഞ്ഞുമായിട്ടാണ് ഇന്ന് ഇവരിവിടെ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് ഗൾഫിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഇവിടെ തിരിച്ച് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 3 വർഷത്തോളമായി അദ്ദേഹത്തിന് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. എന്നാൽ ഇവർ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് പണ്ട് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് തന്നെ അദ്ദേഹത്തെ തിരികെ വിളിച്ചിരിക്കുകയാണ്. അപ്പം 2 അനുഗ്രഹങ്ങളുമായിട്ട് അതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് ഇവരിവിടെ വന്ന് നിൽക്കുന്നത്. എന്നാണ് തിരിച്ചു പോകുന്നത്? ഈ മാസം 19-ാം തീയതി. ഈ മാസം 19-ന് തിരിച്ചു പോകണം. ഓക്കെ, കർത്താവ് 2 അനുഗ്രഹങ്ങളെ തന്നു. ഈ ഇരിക്കുന്ന സദസ്സിനോട് യേശുവിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞേ. യേശു ഒരു വലിയ അത്ഭുതമാണ് പ്രവർത്തിച്ചത്. അവർ കർത്താവിൽ വിശ്വസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം 2 അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി കർത്താവ് ചെയ്തു കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും കർത്താവ് പ്രവർത്തിക്കാൻ സന്നദ്ധനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹമായിട്ടാണ് അവരിവിടെ നിൽക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന അടുത്തൊരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിലൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറി നിൽക്കത്തക്ക രീതിയിൽ ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് ഈ സമയത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ചാലും എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. പല വിഷയങ്ങളുമായിട്ടാണ്
പലരും ഇവിടെ ഇരിക്കുന്നത്, ഈ സാക്ഷ്യം കാണുന്നത്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ കർത്താവ് അവരുടെ ജീവിതത്തിൽ നൽകണമേ. ലോകം കേൾക്കെ സാക്ഷ്യം പറയാൻ മഹാത്ഭുതങ്ങൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർക്കായി അങ്ങ് ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ ഗീതം നിന്നോടൻ ദൈവമേ, എൻ സ്വപ്നത്തിലും നിന്നോടൻ ദൈവമേ, Acts chapter 3 verse number 6 and 7. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 6-7 വചനങ്ങൾ. When we read, then Peter said, silver or gold I do not have, but what I do have I give you. In the name of Jesus Christ of Nazareth, walk. അവിടെ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. Taking him by the right hand, he held him up, and instantly the man's feet and ankles became strong. 7-ാമത്തെ വചനം, അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു, ക്ഷണത്തിൽ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. This is an instantaneous miracle. ഇത് വളരെ പെട്ടെന്ന് നടന്നിട്ടുള്ള ഒരു അത്ഭുതമാണ്. We have seen many miracles like that. ഇതുപോലുള്ള ഒത്തിരി അത്ഭുതങ്ങൾ നാം കണ്ടിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. Even today Jesus is doing same kind of miracles. ഇന്നും ഇതുപോലുള്ള അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. From this miracle what we can understand is that God is mindful even for a beggar. ഈ അത്ഭുതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന പാഠം ഇതാണ്: ഒരു യാചകന്റെ കാര്യത്തിൽ പോലും ദൈവം വളരെ ശ്രദ്ധാലുവാണ്. Hallelujah. ഹല്ലേലൂയ. This man was an unwanted, uneducated beggar. ഈ മനുഷ്യൻ എന്നുള്ളത് അപരിഷ്കൃതനായിട്ടുള്ള വിദ്യാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിയാണ്. He was living on because of a group of compassionate people who carried him every day to the temple. മറ്റുള്ള കരുണാസമ്പന്നനായിട്ടുള്ള ചില ആളുകളുടെ സഹായത്താലാണ് അദ്ദേഹം ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നതും മുൻപിലുള്ള ദൈവാലയത്തിന് മുൻപിൽ തന്നെ കൊണ്ടുപോയി ഇരുത്തുന്നത് We can പോലും. even interpret that this way. There were some philanthropists, some charitable workers there. They were doing some social works every day and helping this man. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ വേണമെങ്കിൽ കരുതാൻ സാധിക്കും: ചില ജീവകാരുണ്യ പ്രവർത്തക സന്നദ്ധ സംഘങ്ങളിൽ ആരൊക്കെയോ ഇയാളെ സഹായിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇയാൾക്ക് ഈ ജോലി, യാചക ജോലി പോലും ചെയ്യാൻ Of സാധിക്കുന്നത്. course, we have such people in this world. ഈ ലോകത്തിൽ ഇതുപോലുള്ള ചില ആളുകൾ നമ്മുടെ ഇടയിലുമുണ്ട്. But only
only a miracle can redeem a person. Only a miracle can change a person's whole life and destiny. എന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനൊരു അത്ഭുതം നടന്നാൽ മാത്രമേ അവരുടെ ആകെ മൊത്തത്തിലുള്ള ജീവിത ഗതിക്ക് വ്യത്യാസം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. Hallelujah. ഹല്ലേലൂയ. And every day at the doorsteps of this temple, this man would sit and beg for alms. Some generous people would throw some coins. എല്ലാ ദിവസവും ദൈവാലയത്തിന്റെ പടിവാതിക്കൽ ഇദ്ദേഹം ഇരിക്കുമ്പോൾ കരുണാസമ്പന്നരായിട്ടുള്ള ചില ആളുകൾ കൊടുക്കുന്ന നാണയത്തുട്ടുകൾ കൊണ്ടാണ് താൻ ഉപജീവനം നയിച്ചു പോകുന്നത്. His expectations were on people. അവന്റെ പ്രത്യാശ ജനങ്ങളിൽ മാത്രമായിരുന്നു. But that day, 2 apostles came full of the Holy Spirit. എന്നാൽ ആ ദിവസം നോക്കൂ, 2 അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ 2 വ്യക്തികൾ അവനെ സമീപിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. They said, silver or gold we don't have any to give you. We cannot give you any financial support, but what we have is the name of Jesus. ആ സമയത്ത് ഈ അപ്പസ്തോലന്മാർ പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. വെള്ളിയും പൊന്നും എനിക്കില്ല, ഞങ്ങൾക്കില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒരു സഹായം ചെയ്തു തരുവാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിലൊന്നുണ്ട്, യേശു കർത്താവ്. Hallelujah. ഹല്ലേലൂയ. If you call that name, you can expect a miracle. ഓർക്കുക, ഇങ്ങനെ ഒരു പേര് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാനും സാധിക്കും. Because in that name everything in heaven is contained. കാരണം ആ നാമത്തിലാണ് സ്വർഗ്ഗത്തിലെ സകല കാര്യങ്ങളും ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നത്. Salvation is in that name according to Acts chapter 4 and verse number 12. അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം അനുസരിച്ച് മനുഷ്യന്റെ രക്ഷ അടങ്ങിയിരിക്കുന്നത് യേശു എന്ന നാമത്തിനകത്താണ്. Hallelujah. ഹല്ലേലൂയ. Whoever you are, whoever we are, we need the name of Jesus to receive salvation from the Lord. നിങ്ങൾ ആരാണെങ്കിലും നാം ആരാണെങ്കിലും നമുക്ക് രക്ഷ വേണമെങ്കിൽ യേശുവിന്റെ നാമത്തിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷ കൈവശമാക്കാൻ സാധിക്കുന്നത്. So that day the apostles introduced that name to this beggar. ആ ദിവസം അപ്പസ്തോലന്മാർ ആ യാചകന് യേശു എന്ന നാമത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. His expectations changed. അവന്റെ പ്രത്യാശയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഒരു മാറ്റം അവിടെ ഉണ്ടായി. Till this day, if your expectations were on people, change it. Put all your expectations on God. ഇന്നുവരെയും നിങ്ങളുടെ പ്രത്യാശ, നിങ്ങളുടെ പ്രതീക്ഷ മനുഷ്യരുടെ ചില പ്രസ്ഥാനങ്ങളിൽ ആയിരുന്നെങ്കിൽ ആ എക്സ്പെക്ടേഷന് പ്രതീക്ഷയ്ക്ക് ഒരു മാറ്റം വരുത്തിയിട്ട് യേശുവിൽ പ്രത്യാശ വെക്കുക. Hallelujah. ഹല്ലേലൂയ. There are immense possibilities with the Lord. ഓർക്കുക, കർത്താവിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. Hallelujah. ഹല്ലേലൂയ. The Bible says when he believed in the name of Jesus, അവിടെ ബൈബിൾ പറയുന്നു, അവൻ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ within a fraction of a second his legs were healed. ചില സെക്കൻഡുകളുടെ നിമിഷാർത്ഥത്തിൽ തന്നെ അവന്റെ കാലുകൾ നരിയാണി ഉറച്ചു. He jumped up and went into the temple, walking and running and dancing for the Lord. അവൻ ചാടി എഴുന്നേറ്റ് നിന്നു, പിന്നീട് നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് ദൈവാലയത്തിനകത്തേക്ക് കടന്നു. Each time when we confess the name of Jesus, ഓരോ പ്രാവശ്യവും യേശുവിന്റെ നാമത്തെ നാം വിളിക്കുമ്പോൾ power of God is released. ദൈവത്തിന്റെ ശക്തി അതോടൊപ്പം നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. So many people are ignorant about that. ഒത്തിരി ആളുകൾക്കും ഈ കാര്യത്തിൽ അജ്ഞരാണ്. They casually say Jesus. അവർ സാധാരണയായിട്ട് പറയും യേശുവേ. Casually pray Lord, Lord, Lord. ഓ, ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ കർത്താവേ കർത്താവേ. But when you know that there is power in the name of Jesus, something is passing through your flesh and bones. എന്നാൽ ഓർക്കുക, യേശുവിന്റെ നാമത്തിന്റെ ശക്തി അറിഞ്ഞുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുകയാണെങ്കിൽ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലൂടെ ചിലത് ഇറങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. Acts chapter 16 says, in my name they shall cast out demons. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നു, എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. Hallelujah. ഹല്ലേലൂയ. Hallelujah. When Jesus was born in Bethlehem, യേശു കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ the angel had already told Mary and Joseph to name the child
Jesus. ദൂതൻ യോസഫിനോടും മറിയോടും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ജനിക്കാൻ പോകുന്ന ശിശുവിന് യേശു എന്ന് പേരിടണം. So when the Son of God came to this world, the first name given was the name of Jesus. ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവന് നൽകപ്പെട്ട ആദ്യത്തെ പേര് യേശു എന്നായിരുന്നു. Jesus means Savior. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ. Hallelujah. ഹല്ലേലൂയ. So all of them called, all the people, neighbors, relatives, all of them in Jerusalem, in Palestine area, called him Jesus, Jesus, Jesus. അവിടെ ഉണ്ടായിരുന്ന ആ എല്ലാ നാട്ടുകാരും ജെറുസലേമിൽ പാലസ്തീനിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവൻ നടന്നു പോകുമ്പോൾ അവനെ വിളിച്ചു യേശുവേ 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 എന്ന് വിളിച്ചു. But when he was 30 years of age, എന്നാൽ അദ്ദേഹത്തിന് 30 വയസ്സായപ്പോൾ he was baptized under the hands of John the Baptist. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ അദ്ദേഹം സ്നാനം ഏറ്റെടുത്തു. After baptism, when he was praying, ആ സ്നാനത്തിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ the Bible says the Holy Spirit came upon him. ബൈബിൾ പറയുന്നു പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. The anointing of the Lord came upon him. ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേൽ ഇറങ്ങി വന്നു. When the Holy Spirit came upon him, അവന്റെ മേൽ അഭിഷേകം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ from that time he became Christ. ആ നിമിഷം മുതൽ അവൻ ക്രിസ്തു എന്ന പേരിൽ നാം കാണപ്പെടുകയാണ്. Because Christ is the anointed one. കാരണം ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. Hallelujah. ഹല്ലേലൂയ. So Jesus became Christ, Jesus Christ. അങ്ങനെ യേശു എന്ന വ്യക്തി യേശു ക്രിസ്തു എന്ന നാമമാറ്റത്തിലേക്ക് മാറുകയാണ്. Hallelujah. ഹല്ലേലൂയ. That time he is not just Savior, he is the anointed Christ the Savior. ഈ ഭാഗം യേശു കർത്താവ് ദൈവാലയത്തിൽ പറയുമ്പോൾ യേശു എന്ന രക്ഷകൻ മാത്രമായിട്ടല്ല അവൻ പറയുന്നത്, മറിച്ച് അഭിഷിക്തനായ രക്ഷകൻ യേശു ക്രിസ്തുവായി നിന്നുകൊണ്ടാണ് അവൻ അത് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. Then after that he died for us. അതിനുശേഷം അവൻ നമുക്ക് വേണ്ടി മരിച്ചു. He was crucified. അവൻ ക്രൂശിക്കപ്പെട്ടു. He was buried. അവൻ അടക്കപ്പെട്ടു. But he rose up from the dead. എന്നാൽ അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. Hallelujah. ഹല്ലേലൂയ. And he ascended to the right hand side of the Father. പിന്നീട് സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് അവൻ സ്വർഗ്ഗാരോഹണം ചെയ്യപ്പെട്ട് We കടന്നു. read Philippians chapter 2, ഇനി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം verse number 6 onwards. അതിന്റെ 6 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് He was given the name above all other names. അവിടെ സകല നാമത്തിനും മേലായ നാമം അവന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു. When we study different scriptures together, ഈ വചനങ്ങളെല്ലാം കൂടെ ചേർന്ന് കോർത്തിണക്കി നാം പഠിച്ചാൽ that was a time he became Lord of all lords. ആ സമയമാണ് സകല കർത്താക്കന്മാരുടെ കർത്താവായ കർത്താതി കർത്താവായിട്ട് അവൻ മാറ്റപ്പെട്ടിരിക്കുന്നത്. Shout one more be hallelujah to the ഒരിക്കൽ Lord. കൂടെ ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? Now he is Lord Jesus Christ. ഇപ്പോൾ അവൻ ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. When he had completed his mission and when he was seated on the right hand side of the Father, he became the Lord of all. എന്നാൽ പിന്നീട് അവന്റെ ദൗത്യം അവൻ പൂർത്തിയാക്കിയതിനു ശേഷം പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവൻ കർത്താതി കർത്താവ് ആയ യേശു ക്രിസ്തു എന്ന പേരിലേക്ക് മാറി. Today he is our Lord. ഇന്ന് അവൻ നമ്മുടെ കർത്താവാണ്. He is Jesus our Savior. ഇന്ന് അവൻ നമ്മുടെ രക്ഷകനാണ്. He is Christ the anointed one. അവൻ ക്രിസ്തു എന്ന അഭിഷിക്തനാണ്. Hallelujah. ഹല്ലേലൂയ. He is continuing his miracles and his mission. അവൻ തന്റെ അത്ഭുതങ്ങൾ തന്റെ ദൗത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. There is the invisible resurrected Jesus Christ, the Lord Jesus Christ here. എന്നാൽ അദൃശ്യനായ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് കർത്താതി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ നടുവിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. When you receive Jesus into your heart, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ life comes into your heart. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവൻ ഇറങ്ങി വരികയാണ്. That is not a simple life, that is the eternal life. ഓർക്കുക, അതൊരു സാധാരണ ജീവനല്ല, നിത്യ ജീവനാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് When you വരുന്നത്. receive Jesus, your marital life will change. നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം യഥാസ്ഥാനപ്പെടുകയാണ്. Everything about you will change when you receive Jesus. ഓർക്കുക, നിങ്ങളെ പ്രതി ഏതൊക്കെ കാര്യമുണ്ട് യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം യഥാസ്ഥാനപ്പെടുകയാണ്. Somebody shout hallelujah. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ ഉറക്കെ പറയുക? Let us clap once again for the Lord Jesus ഒരിക്കൽ Christ. കൂടെ കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് ഉറക്കെ യേശുവേ എന്ന് വിളിക്കാമോ? Hallelujah. ഹല്ലേലൂയ.
The greatest miracle are invisible miracles. ഓർക്കുക, ഏറ്റവും വലിയ അത്ഭുതങ്ങൾ എന്നുള്ളത് അദൃശ്യമായിട്ടുള്ള അത്ഭുതങ്ങളാണ്. That is happening in our spirits. അത് നമ്മുടെ ആത്മാവിൽ നടക്കുന്ന അത്ഭുതങ്ങളാണ്. Hallelujah. ഹല്ലേലൂയ. When we receive Jesus into our hearts, യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുമ്പോൾ the Spirit of God enters our spirit. ഓർക്കുക, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തുള്ള മനുഷ്യാത്മാവിലേക്ക് ഇറങ്ങി വരികയാണ്. The sinful nature will be taken away. ആ നിമിഷത്തിൽ പാപ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ്. A new inner self will be created in us. എന്ന് മാത്രമല്ല, നമ്മുടെ അകത്ത് പുതിയ ഒരു ആന്തരിക മനുഷ്യൻ രൂപപ്പെട്ടു വരികയാണ്. Many years back, ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ്, around 30 years back, ഏതാണ്ട് 30 വർഷങ്ങൾക്ക് I മുൻപ്, was attending a meeting just like you are attending. നിങ്ങൾ ഇരിക്കുന്നത് പോലുള്ള ഒരു മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. That day, when the man of God was preaching, ആ ദിവസം ദൈവപുരുഷൻ പ്രസംഗിക്കുകയായിരുന്നു. and I surrendered my heart to the Lord. ആ സമയത്ത് എന്റെ ഹൃദയം ഞാൻ കർത്താവിനായി സമർപ്പിച്ചു. You know what happened? എന്താണ് സംഭവിച്ചതെന്ന് In അറിയാമോ? a miraculous way, the Holy Spirit entered my life. അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു. Hallelujah. ഹല്ലേലൂയ. From that moment, everything about me changed. ആ നിമിഷം മുതൽ എന്നെ സംബന്ധിച്ച സകല കാര്യങ്ങൾക്കും മാറ്റം ഭവിച്ചു. The same Jesus is going to do the same thing in your life. അതേ യേശു കർത്താവ് അതേ അത്ഭുതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ ജനുവരി 15 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജനുവരി 16 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ കർത്താവ് കൊടുക്കണമേ. പരിശുദ്ധാത്മ വ്യക്തമായി എന്നോട് പറയുന്നു, ആയുസ്സിൽ മാറുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില രോഗങ്ങൾ ഒരുപക്ഷെ ഹെറിഡിറ്ററി ആകാം, അല്ലാതെ വന്നതാകാം. അതിന് ഫലപ്രദമായ ചികിത്സയില്ല, മാറാനൊരു സാധ്യതയുമില്ല, മരിക്കുന്നിടത്തോളം ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ കർത്താവെ നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. കാറ്റും കോളും കർത്താവ് അടക്കിയതുപോലെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ചില ജീവിതത്തിൽ കെട്ടടങ്ങാൻ പോവുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ പോലെ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കെട്ടടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. വിവിധ രീതിയിലുള്ള രോഗങ്ങളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് അസ്ഥികൾക്കകത്തുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൂടാതെ മസിലുകളിലുള്ള വേദനയും മസിലുകളിലുള്ള ബലക്ഷയം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഈ കൈപ്പത്തിയുടെ ഈ ഭാഗത്തായിട്ട്, കൈപ്പത്തിയുടെ ഈ ഭാഗത്ത്, കൈത്തണ്ടയിൽ തുടക്ക ഭാഗത്ത് ചില നെർവ്സിനോ മസിൽസിനോ ഞരമ്പിനൊക്കെ ഇതൊക്കെയോ പ്രയാസമുണ്ടായിട്ട് ഒരു സർജറി വേണം എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. കാതിൻ്റെ കേൾവിശക്തി യേശുവിൻ്റെ നാമത്തിൽ തിരികെ വരട്ടെ. നേരത്തെ തീപ്പൊള്ളലേറ്റു, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമാക്കിയാണ്. ഇൻ ജീസസ് നെയിം. മദ്യപാനികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. വിവിധ രീതിയിലുള്ള മയക്കുമരുന്നിനുള്ള അടിമത്തങ്ങൾ, പുകവലി, അതുപോലെയുള്ള പലതും വായിലിട്ട് ചവയ്ക്കുന്നതോ ഇഞ്ചക്ഷൻ എടുക്കുന്നതോ എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. കിടപ്പ് കിടന്നുകൊണ്ട് ഈ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് യേശു കർത്താവ് മനസ്സലിഞ്ഞ് ഇന്ന് സൗഖ്യം നൽകുകയാണ്. നിങ്ങൾക്ക് യേശുവിൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽക്കാം. വീൽ ചെയറുകളിലിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ എഴുന്നേൽക്കുക. ക്രച്ചസ് ഉപയോഗിക്കുന്നവർ, ശരീരത്തിൻ്റെ ബലക്ഷയമുള്ളവർ,
ഒക്കെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുഴകൾ മാറിപ്പോകട്ടെ, സിസ്റ്റുകൾ നീങ്ങിപ്പോകട്ടെ, ക്യാൻസറുകൾ മാറിപ്പോകട്ടെ. കർത്താവിന് ഒരു വലിയ വിടുതൽ അയക്കുന്നതിനാൽ നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലെസ് ചെയ്യുന്നു. താങ്ക് യു ജീസസ്. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഇപ്പോൾ ഈ TV സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് മൂവാറ്റുപുഴയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായും വന്ന് സംബന്ധിക്കണം. ഒറ്റയ്ക്ക് വരരുത്, മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ട് കൂട്ടമായി വരിക. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. നാളെ തിരുവല്ലയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അവിടെയും വരാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ വരിക. അതുപോലെ ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് കരസ്ഥമാക്കാം. എൻ്റെ പ്രാർത്ഥന ഡയറി, വിന്നേഴ്സ് ഫാക്ടറി, ആശിഷ് മാരി തുടങ്ങിയ പുസ്തകങ്ങൾ തപാൽ മാർഗ്ഗം സ്വന്തമാക്കാം. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ വിവിധ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നമ്മുടെ പ്രത്യേകമായ സ്പെഷ്യൽ പ്രെയർ, വചന ശുശ്രൂഷ എല്ലാം നടക്കുന്നു. എല്ലാവരും അതിലേക്കൂടെ സ്വാഗതം ചെയ്യുന്ന യേശുവിനോടൊപ്പം, പ്രത്യേകിച്ച് പുതിയ വർഷം ഒരു പുതിയ ജീവിതം തുടർച്ചയായി കൂട്ടായ്മകളിൽ നിന്ന് ആരംഭിക്കേണ്ടതിന് വരണം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.